തിരുവനന്തപുരത്തേക്ക് ആദ്യം പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ആദിൽ പാലോട് ചേരുന്നുണ്ട്. ആദിൽ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് റോഷ്നി വെങ്കി. നമുക്ക് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം വരാം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാന്റെ പിതാവ് ഇന്ന് കേരളത്തിലെത്തുമെന്ന് അറിയുന്നു. അബ്ദുൾ റഹീം തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ടാണ് റഹീമിനെ നാട്ടിലേക്ക് അയച്ചത് അല്ലേ? കാരണം അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ കാരണവും ചില നിയമപരമായ പ്രശ്നങ്ങൾ കാരണവും ഒക്കെ നാട്ടിലേക്ക് വരാൻ കഴിയില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ. പക്ഷേ നാട്ടിൽ ഇത്രയും വലിയ ഒരു കൊലപാതകമാണ് കുടുംബത്തിൽ നടന്നിരിക്കുന്നത്. അതിൽ മകൻ പ്രതിയായിരിക്കുന്നു. അപ്പോൾ പിതാവ് എപ്പോഴെത്തും അതിൽ? രാവിലെ 8 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അബ്ദുൾ റഹീം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റോഷ്നി പറഞ്ഞതുപോലെ യാത്രാരേഖകൾ ഇക്കാമയടക്കമുള്ള അതിന്റെ കാലാവധി കഴിയുകയും യാത്രാരേഖകളില്ലാത്തതിനാൽ റഹീമിന് സ്വന്തം ബന്ധുമിത്രാദികളുടെ മരണാനന്തര ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാനാകാത്ത വളരെ വിഷമകരമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് ദമാമിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കയറ്റി അയച്ചിരിക്കുന്നത്. ഈ രേഖകളൊക്കെ വളരെ വേഗം ശരിയാക്കി കയറ്റി അയച്ചിരിക്കുന്നത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമം നൽകുന്ന നിമിഷങ്ങളായിരിക്കും, ദിവസങ്ങളായിരിക്കും ഇനി വരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വന്തം മകൻ ജയിലിലാകുന്നു, പോലീസ് കസ്റ്റഡിയിലാകുന്നു. സ്വന്തം ഭാര്യ അതിതീവ്രമായി ഗുരുതരാവസ്ഥയിൽ ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിയുന്നു. അമ്മയും ഒപ്പം സഹോദരനും അവരുടെ ഭാര്യയും സ്വന്തം മകനും ഇളയ മകനും ഖബറിടത്തിലാകുന്നു, മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വാസ്തവം അദ്ദേഹം തിരിച്ചറിയാൻ തന്നെ ഈ ഒരുപക്ഷെ ഇവിടെ വന്ന് അവരുടെ ഖബറിടങ്ങൾ സന്ദർശിക്കുമ്പോഴുള്ള വൈകാരിക നിമിഷങ്ങളെന്ന് ഓർക്കാൻ തന്നെ വയ്യ. നേരത്തെ ഇഖാമ കാലാവധി കഴിഞ്ഞതുകൊണ്ടാണ് ആ സമയത്ത് തിരുവനന്തപുരത്തേക്ക് എത്താൻ കഴിയാതിരുന്നത്. എന്നാൽ സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ട് ഇപ്പോൾ അദ്ദേഹത്തെ കയറ്റി അയച്ചിരിക്കുകയാണ്. 8 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, അപ്പോൾ അങ്ങനെയാണ്. ആ ഉപ്പയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? എൻ്റെ റോഷ്നി, ഉമ്മ തന്നെ, അതായത് ഭാര്യ തന്നെ ആശുപത്രിയിൽ, മകൻ ഇങ്ങനെ ഒരു കേസിൽ. അതാണ് ആദിൽ പറഞ്ഞത്, ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും അതിൽ മറ്റൊരു വാർത്ത, ഇപ്പോൾ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ചെക്ക് വെക്കാൻ CITU ഒരുങ്ങുകയാണല്ലേ? അപ്പോൾ ഇന്ന് CITUയുടെ ആശാവർക്കർമാർ എന്ന AG's ഓഫീസിലേക്ക് മാർച്ചൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സഹായം നൽകണം എന്നതാണ് പ്രധാന ആവശ്യം അല്ലേ അതിൽ? ഉറപ്പായും ഈ സ്വതന്ത്ര സംഘടന എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ 20 ദിവസമായി സമരം നടത്തുന്നത്. എന്നാൽ ഈ സമരം ഈർക്കിൽ സംഘടനയാണ് നടത്തുന്നതെന്ന ആക്ഷേപം CITU മുന്നിൽ വെച്ചിരുന്നു. എളമരം കരീമാണ് ആ വിമർശനം ഉന്നയിച്ചത്. അതിന് പിന്നാലെ CITU ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരുപക്ഷേ ഈ വെങ്കി പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള സമരത്തിന് ചെക്ക് വയ്ക്കുകയാണ് CITU എന്ന കാര്യത്തിൽ സംശയമില്ല. ബദൽ സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 11 ജില്ലകളിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം നടത്തിയെന്നാണ് CITU അറിയിക്കുന്നത്. ഇപ്പോൾ 3 ജില്ലകളിൽ ഇന്ന് സമരമുണ്ടാകും. പ്രധാനമായും തിരുവനന്തപുരത്താണ് ഈ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത്. അതിന് തൊട്ട് സമീപത്തെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ AG's ഓഫീസിലേക്കാണ് ഇപ്പോൾ CITUവിന്റെ അസോസിയേഷൻ സമരം നടത്തുന്നത്. CS സുജാത ഉദ്ഘാടനം ചെയ്യും. ഇതിനു പുറമെ തിരുവനന്തപുരത്തിനു പുറമെ പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലും ഇന്ന് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ഓഫീസുകളിലേക്കായിരിക്കും മാർച്ച്. പോസ്റ്റ് ഓഫീസ് അടക്കമുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കാണ് മാർച്ച് നടത്താൻ CITU തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും രണ്ടും കൽപ്പിച്ച് ആശാ വർക്കർമാർ സമരം ദുർബലപ്പെടുത്തുക എന്ന കാര്യത്തിൽ CITUവിനെ സംബന്ധിച്ച് രണ്ടഭിപ്രായമില്ല. ആ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരത്തായതുകൊണ്ട് തന്നെ ആശാ വർക്കർമാർ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ, മറ്റു സംഘടന ഉള്ളതുകൊണ്ട് തന്നെ ശക്തി പ്രകടനത്തോടുകൂടിയുള്ള അവസരമായിരിക്കും CITUവിന് എന്ന കാര്യത്തിൽ സംശയമില്ല. വെങ്കി, ഓക്കെ. ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താനാണല്ലോ അല്ലേ പദ്ധതി? ആശാവർക്കർമാരുടെ സമരവും കടൽമണൽ ഖനനവും ഉൾപ്പെടെ ചർച്ചയാവില്ലേ? അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. നേരത്തെ LDF ചേർന്നപ്പോൾ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് UDFുമായി ചേർന്ന് പ്രവർത്തിക്കാം, പ്രതിഷേധം ഉയർത്താം എന്നൊക്കെ ആലോചനയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് UDF LDFിനൊപ്പം ചേരേണ്ടതില്ല എന്ന നിലപാട് കഴിഞ്ഞ ദിവസം MM ഹസൻ UDF യോഗം ചേർന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കാരണം CPMഉം LDF സർക്കാരും കടൽ മണൽ ഖനനത്തിന് അനുകൂലമായ ചില നിലപാടുകൾ സ്വീകരിച്ചു എന്നതാണ് UDFിന്റെ ആക്ഷേപം. ഏതായാലും വിഷയങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആശാവർക്കർമാരുടെ സമരം അത് വലിയ ഒരു വിവാദ വിഷയമായി തന്നെ, സജീവ രാഷ്ട്രീയ വിഷയമായി ചർച്ചയായിട്ടുണ്ട് കേരളത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് CPM സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ അത് ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. പ്രധാന അജണ്ട ഒരുക്കങ്ങൾ. ഇനി ദിവസങ്ങൾ മാത്രമാണ് കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം ചേരാൻ ബാക്കിയുള്ളത്. ഒരുക്കങ്ങൾ പ്രധാനമായും ചർച്ചയാവുകയും വിലയിരുത്തുകയുമാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട. റോഷ്നി.